MI വോൾട്ട്മീറ്റർ റീഡ്സ്. MI എന്ന് പറഞ്ഞാൽ എന്താ? മൂവിങ് അയൺ ആണല്ലേ, മൂവിങ് അയൺ മീറ്റർ ആണ്. മൂവിങ് അയൺ വോൾട്ട്മീറ്റർ റീഡ്സ് എന്ത് വാല്യൂ ആണ്? MI മീറ്റേഴ്സ് എന്ത് വാല്യൂസാണ് റീഡ് ചെയ്യുക? RMS വാല്യൂസ് അല്ലേ റീഡ് ചെയ്യുക? ഓക്കെ, RMS വാല്യൂസ് ആണ് MI മീറ്റേഴ്സ് റീഡ് ചെയ്യുക. അപ്പോൾ AC റീഡിങ്സിൽ അല്ലെങ്കിൽ AC മീറ്ററാണ് MI മീറ്റർ എന്ന് പറയുന്നത്. അവിടെ റീഡ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. ഇനി ആവറേജ് വാല്യൂ റീഡ് ചെയ്യുന്ന ആരാ? MC മീറ്റേഴ്സ്. ഓക്കെ, DC മീറ്റേഴ്സ് ആണ് ആവറേജ് വാല്യൂസ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡക്റ്റൻസ് L ഈക്വൽ ടു. ഓക്കെ, ഇക്വേഷൻസ് നോക്കുക. ഇൻഡക്റ്റൻസ് L ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ടേംസിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്കറിയാം L ഈക്വൽ ടു L ഒമേഗ ആണല്ലേ. ഇതിൽ നിന്ന് L എഴുതി കഴിഞ്ഞാൽ XL/ഒമേഗ അല്ലെങ്കിൽ XL/ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അപ്പം ഇങ്ങനെ വരുന്ന ഇക്വേഷൻ ഉണ്ടോ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയുണ്ട്, L ഈക്വൽ ടു X/2πf. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ സൈക്കിൾ ഈസ് ഡാഷ് ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രികളാണ്? ഒരു സൈക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓർത്തിരിക്കാം അല്ലേ. ഒരു സൈക്കിൾ നമ്മൾ പഠിക്കുന്നത് എന്താ? ഇതാണ് വൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഡിഗ്രീസ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഓക്കെ, 0π 2π എന്നല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇതിനകത്ത് ഈ 2π എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിഗ്രി. ഇപ്പോൾ 2π എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. 360 ഇലക്ട്രിക്കൽ ഡിഗ്രീസ് ആണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RMS വാല്യൂ ഈക്വൽ ടു ഡാഷ് ടൈംസ് മാക്സിമം വാല്യൂ. ഓക്കെ, ഇതൊക്കെ പലതവണ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം RMS വാല്യൂ VRMS ഈക്വൽ ടു എന്തെന്ന് പറയാം? VM/√2 അല്ലെങ്കിൽ ഈ √2നെ ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ 0.707 VM എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ട്. RMS വാല്യൂ ഈക്വൽ ടു 0.707 ടൈംസ് മാക്സിമം വാല്യൂ. ഇതുപോലെ ആവറേജ് വാല്യൂവിനും ഒക്കെ ഉണ്ട്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.637 VM ആണ്. അതുപോലെ ഫോം ഫാക്ടർ ഉണ്ട്. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് സൈൻ വേവിന് 1.11 ആണ് എന്ന് മനസ്സിലാക്കണം. ദെൻ പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ് ഫാക്ടർ ഉണ്ട്, അത് 1.14 ആണ് എന്ന് ഓർത്തിരിക്കണം. ദെൻ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS/ആവറേജ് ആണ്. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS ആണ്. ഇങ്ങനെയുള്ള ടേംസ് എല്ലാം മാറി മാറി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. ബാക്കി ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് GK ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയുള്ളത്. K21 ക്വസ്റ്റ്യൻസ് GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂടി ഈ സെഷൻ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.